നമുക്ക് കഥ പറയാനും വിഷയമില്ല. വളരെ രസകരമായിട്ട് നമ്മൾ തുടങ്ങുന്ന കഥയെ പൂർത്തീകരിക്കാൻ ഇവിടെ മെറ്റയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എ റെയിനി ഡേ. ഞാനൊരു തുടക്കം മാത്രം തുടങ്ങും. ആസ് ദ ട്രെയിൻ പാറ്റേർഡ് അഗെയിൻസ്റ്റ് ദ വിൻഡോസ്, a curious child named Max discovered a mysterious book in the attic. Its page filled with secrets and tables, tales of a long forgotten world, waiting to be explored. ഇനി ഞാൻ ആ കഥ എൻ്റേതായ രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതാണ്. For on the rainy day, Max's wife Emma was returning home from a long journey. കണ്ടോ, മാക്സ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നാണ് ഞാൻ എഴുതിയത്. Was returning home from a long journey and Max had a surprise prepared for her. A surprise that would എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുകയാണ്. Their heads with joy once again. വളരെ മനോഹരമായിട്ടാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ അതിൻ്റെ ചെറിയ ഭാഗം ഇങ്ങനെ തുടങ്ങി കൊടുക്കുകയാണ്. ബാക്കി അവർ പൂർത്തിയായിക്കോളും. അറ്റ് ദ സൈറ്റ് ഓഫ് ഹെയർ ആഫ്റ്റർ ലോങ്, കുറേ കാലത്തിന് ശേഷം അവളെ കണ്ടപ്പോൾ മാക്സ് ഐസ് വെല്ലഡ് അപ്പ് വിത്ത് ടിയേഴ്സ് ആൻഡ് ഹിസ് ഹാർട്ട് സ്വെൽഡ് വിത്ത് ലവ് ആസ് ഹി ബിഹെൽഡ് എമ്മേഴ്സ് റേഡിയൻറ്റ് സ്മൈൽ ആൻഡ് ഓപ്പൺ ആംസ്. ഇങ്ങനെ ഈ കഥയെ രസകരമായിട്ട് അവർ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് ചെറുതിങ്ങനെ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവരിങ്ങനെ ഫില്ല് ചെയ്ത് തരും. ഇതുപോലെ ചില വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വിഷയത്തിൽ അവർ കണ്ടൻറ്റ് ഇങ്ങനെ തരുന്നതോടുകൂടെ നമ്മളുടേതായിട്ടുള്ളൊരു പൂർത്തീകരണം കൊടുത്താൽ മനോഹരമായിട്ടുള്ളൊരു വിഷയമാക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും.